അവള് രക്ഷപ്പെടരുത്. രക്ഷപ്പെട്ട വിശ്വനാഥ് സാർ നമ്മളെ വച്ചേക്കില്ല. നന്ദിനെ കാണാതായിട്ട് ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞു. ഈ നഗരത്തിലാണെങ്കിൽ അവൾക്ക് ആരെയും പരിചയമില്ല, എങ്ങോട്ട് പോകാനും അറിയില്ല. ഇനി എവിടെ ചെന്ന് അന്വേഷിക്കും സൂര്യ? എനിക്കറിയില്ല. അവളൊരു പാവ. അവൾക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതി. നന്ദിനിയോട് സത്യത്തിൽ നിനക്ക് സ്നേഹം തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. പക്ഷെ കാണാതായെന്ന് പറഞ്ഞ നിമിഷം മുതൽ എന്റെ ചങ്കിലെന്തോ കുത്തിയിറക്കുന്ന പോലെ തോന്നുക. അത് ചിലപ്പോ ഞാൻ അവളെ വഴക്ക് പറഞ്ഞതിന്റെ ആവാം, ബഹളം വെച്ചതിന്റെ ആവാം, അടിക്കാൻ കൈ ഒങ്ങിയതിന്റെ ആവാം. എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കറിയാം, നീ അവളെ സ്നേഹിക്കുന്നുണ്ട്. അവൾക്കൊന്നും സംഭവിക്കരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്. എടാ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? സ്നേഹം പരിശോധിക്കാൻ കണ്ട സമയമല്ലേ ഇത്? എടാ, ഞാൻ കുടിച്ചിട്ടുണ്ട്, കുടിച്ച് ബഹളം വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ അമ്മയുടെ മുമ്പിൽ മാത്രമാണ്. പക്ഷെ വേറൊരാളെ ഞാൻ ഇന്ന് വരെ ദ്രോഹിച്ചിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ടോ നീ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ അതിന് ഉത്തരവാദി ഞാനല്ലേ? എടാ, ഞാൻ മാത്രമല്ലേ? ഒന്നും സംഭവിക്കലടാ. നന്ദിനെ നമ്മൾ കണ്ടുപിടിക്കും. നന്ദിനി നമ്മുടെ കൺമുന്നിലെത്തും. സർ, 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 സർ. നന്ദിനിയുടെ ശബ്ദം കേട്ട പോലെ എനിക്ക് തോന്നി. നീ വണ്ടി കയറ. എന്താടാ? വണ്ടി കയറാം.